ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകളാണ്. ഒന്ന് അഡ്മിഷനും രണ്ടാമത്തേത് ഡിസ്ചാർജും. ഒരു പേഷ്യൻറ്റിൻ്റെ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രോസസ്സുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും അവിടെ വരുന്ന അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫായാലും ക്ലിനിക്കൽ സ്റ്റാഫായാലും എല്ലാവർക്കും തുല്യ ഇമ്പോർട്ടൻസ് ആണുള്ളത്. അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫാണ് അതിലേക്കുള്ള ഒരു 90-95% കാര്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കോമൺ അല്ലെങ്കിൽ സാധാരണ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്കവിടെ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കിടന്ന് ചികിത്സിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ അഡ്മിഷൻ എന്ന് പറയുന്നത്. ഈ അഡ്മിഷൻ ടൈമിൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം ഒരു പേഷ്യൻറ്റിന് തന്നെ വിസിബിളായി കാണാൻ പറ്റുന്ന രീതിയിലാണ്. എന്തെല്ലാമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, നമ്മൾക്ക് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം ചെയ്തു തരുന്നു. ഇത്തരത്തിലാണ് അഡ്മിഷൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് എല്ലാം പോകുന്നത്. എന്നാൽ ഡിസ്ചാർജ് എന്ന ഒരു പ്രൊസീജിയറിലേക്ക് വരുമ്പോൾ പല പേഷ്യൻസിനും ഉള്ളൊരു ഡൗട്ടാണ്, ഡോക്ടർ വന്നു കഴിഞ്ഞും ഡിസ്ചാർജ് എല്ലാം കൊടുത്തു കഴിഞ്ഞും ഈവൻ മെഡിസിൻസ് വരെ കിട്ടിക്കഴിഞ്ഞാൽ കൂടി എന്തുകൊണ്ടാണ് ഈ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സിന് ഇത്ര ടൈം എടുക്കുന്നത്? ഫോർ എക്സാമ്പിൾ, രാവിലെ 10 മണിക്ക് ഡിസ്ചാർജ് പറഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ആ പേഷ്യൻ്റ് ചിലപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഫൈനൽ സെറ്റിൽമെൻ്റ് എല്ലാം കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് വൈകുന്നേരം 4 മണിക്കോ 3 മണിക്കോ ആയിരിക്കും. അത് എന്തുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത് എന്ന് എല്ലാവർക്കും വരുന്നൊരു കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ്. ഡിസ്ചാർജ് പ്രൊസീജിയർ സാധാരണ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിനേക്കാളും ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം, ഒരു പേഷ്യൻറ്റിൻ്റെ ഡിസ്ചാർജ് സമ്മറി അല്ലെങ്കിൽ ആ പേഷ്യൻറ്റ് കൊടുത്തയക്കേണ്ട ലബോറട്ടറി ഇമേജിംഗ് അതുപോലുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ആ പേഷ്യൻ്റെ ബില്ല്, ഇൻഷുറൻസ് ക്ലിയറൻസ് ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് ആ ടൈം നമ്മൾ അധികമായും എടുക്കുന്നത്. ഈ ഡിസ്ചാർജ് പ്രൊസീജിയറിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ടൈപ്പ് ഡിസ്ചാർജ് ഉണ്ട്. അതിൽ ഡാമ ഡിസ്ചാർജിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഡാമ ഡിസ്ചാർജ് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരല്പം വ്യത്യസ്തത നമ്മൾക്ക് ഈ ഡിസ്ചാർജ് ടൈപ്പിൽ തോന്നും. ഡാമ എന്ന് പറയുന്നത് ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നാണ് നമ്മൾ ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡാമ ഡിസ്ചാർജ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. ഡിസ്ചാർജ് പ്രൊസീജിയറുകളിലെ കുറച്ച് വ്യത്യസ്തമായും എന്നാൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ഡിസ്ചാർജ് പ്രൊസീജിയറാണ് ഡാമ. ഡാമ എന്ന് പറയുന്നതിൽ തന്നെ അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷനിൽ തന്നെ നമ്മൾക്കുണ്ട് ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസിന് വിപരീതമായി ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ ഡാമ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഡിസ്ചാർജ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഒരു ഡോക്ടർ ഒരു രോഗിയുടെ നിലവിലത്തെ അവസ്ഥ നോക്കി അവർക്കിനി ഇവിടെ തുടർ ചികിത്സ ആവശ്യമില്ല അല്ലെങ്കിൽ അവരുടെ രോഗം പൂർണ്ണമായി ഭേദമായി എന്ന രീതിയിലാകുമ്പോഴാണ് സാധാരണഗതിയിൽ ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിന് ഡിസ്ചാർജ് പറയുന്നത്. എന്നാൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും തുടർ ചികിത്സ നിർദ്ദേശിച്ചിട്ടുകൂടി ആ പേഷ്യൻറ്റിന് അവിടെ നിൽക്കാൻ സാധിക്കില്ലെന്നും അല്ലെങ്കിൽ നിർബന്ധമായും ഡിസ്ചാർജ് വേണമെന്ന് പേഷ്യൻറ്റോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവോ ആവശ്യപ്പെടുമ്പോഴാണ് ഡാമ എന്ന് പറയുന്ന സിറ്റുവേഷൻ കടന്നു വരുന്നത്. ഓക്കെ, പേഷ്യൻ്റ് പറഞ്ഞു എന്ന രീതിയിൽ ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനോ ഇവർ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് അവരെ പറഞ്ഞയക്കാനും സാധിക്കില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഹോട്ടൽ പോലെയോ അല്ലെങ്കിൽ മറ്റൊരു സർവീസ് മേഖല പോലെയോ അല്ല. പകരം അവിടെ വരുന്ന പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു തുടർ ചികിത്സ എന്നൊരു ഡോക്ടർ നിർദ്ദേശിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ പിന്നിൽ ആ രോഗിയുടെ രോഗവുമായി ബന്ധപ്പെട്ട് ഒരു കാരണമുണ്ടാകാം. അത് മനസ്സിലാക്കാതെ ആയിരിക്കാം ചിലപ്പോൾ രോഗി പോകണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുടർ ചികിത്സയ്ക്കായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആ രോഗിയിലേക്ക് ഡിസ്ചാർജ് വേണമെന്ന് പറയാനായി നിർബന്ധിതനാകാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഡോക്ടർ ആയാലും ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ആയാലും ബാക്കിയുള്ള ക്ലിനിക്കൽ സ്റ്റാഫ് ആയാലും ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഡാമ ഡിസ്ചാർജ് എന്ന് വന്നാൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേരാണ് ഇൻഫോംഡ് കൺസെൻറ്റ്. അതായത് പേഷ്യൻറ്റിനോട് അവരുടെ രോഗാവസ്ഥ അല്ലെങ്കിൽ അവരിവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോയാൽ അവർക്ക് വരാകുന്ന രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ അപകട സാധ്യതകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഈ ഒരു ഡിസ്ചാർജിൽ ഈ ഡോക്ടറോ അല്ലെങ്കിൽ അവിടെയുള്ള ബാക്കിയുള്ള ക്ലിനിക്കൽ സ്റ്റാഫോ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫോ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റോ ഉത്തരവാദികളല്ല എന്ന് പേഷ്യൻറ്റിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാറുണ്ട്. ഈ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ഓറലി ചെയ്യുമ്പോൾ ഇതിനൊരു എവിഡൻസ് ഒരിക്കലും നമ്മൾക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല.
പകരം ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡാമ കൺസെൻറ്റ് ഫോം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എവിഡൻസ് ആണ്. ഡാമ കൺസെൻറ്റ് അല്ലെങ്കിൽ ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഫോം ഒരു പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ റെക്കോർഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതാണ്. ഒരു ഡാമ കൺസെൻറ്റിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഡാമ കൺസെൻറ്റ് പല ഹോസ്പിറ്റലുകളും ഒന്നില്ലെങ്കിൽ ഓൾറെഡി പ്രിൻ്റ് ചെയ്ത് വെച്ച് പേഷ്യൻറ്റിൻ്റെ പേര്, അഡ്മിഷൻ നമ്പർ ഇതെല്ലാം ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഡാമ കൺസെൻറ്റ് രൂപീകരിക്കാറുണ്ട്. ഇത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പേഷ്യൻറ്റിനെ കൊണ്ട് തന്നെ അവരുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിക്കുക എന്നുള്ളതാണ്. ഇത് ഒന്നുമല്ലെങ്കിൽ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനോ അവരെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഡാമ കൺസെൻറ്റിൽ തീർച്ചയായിട്ടും വേണ്ട അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ടും നമ്മൾക്കിത് വേണം എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പേഷ്യൻറ്റിൻ്റെ പേര്, അവരുടെ അഡ്മിഷൻ നമ്പർ അഥവാ IP നമ്പർ, അവർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചികിത്സ എടുത്തേക്കുന്നത്, ഏതാണ് അവരുടെ ഡോക്ടർ, എന്തായിരുന്നു അവരുടെ അസുഖം, നിലവിലത്തെ അവരുടെ അസുഖത്തിൻ്റെ അവസ്ഥ എന്താണ്. അതുമാത്രമല്ല അതിലൊരു ഡിക്ലറേഷൻ ഫോം കൂടി വേണം. ആ ഡിക്ലറേഷൻ ഫോം ഏകദേശം ഈ ഒരു രൂപത്തിലാണ് വരുന്നത്. അതായത് മിസ്റ്റർ എക്സ് അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ പേര് എന്ന് പറയുന്ന ഞാൻ ഈ ഹോസ്പിറ്റൽ ഇന്ന രോഗത്തിന് ചികിത്സ എടുത്തു. എനിക്ക് ഇപ്പോൾ ഡോക്ടർ ഇവിടെ തുടർ ചികിത്സ പറഞ്ഞിട്ട് പോലും എനിക്കിവിടെ തുടരാൻ എൻ്റേതായ കാരണങ്ങളാൽ താല്പര്യമില്ല. ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞുണ്ടാകുന്ന എൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട ഒരു അപകടങ്ങൾക്കും ഈ ഡോക്ടറോ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലോ ഇവിടെയുള്ള മറ്റുള്ള സ്റ്റാഫോ കാരണക്കാരല്ല എന്ന് പറഞ്ഞിട്ടാണ് പേഷ്യൻറ്റോ അവരുടെ റിലേറ്റീവോ അതിൽ സൈൻ ചെയ്യേണ്ടത്. സൈൻ ചെയ്യുമ്പോൾ അന്നത്തെ ഡേറ്റും ടൈമും നിർബന്ധമായും അതിൽ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു വിറ്റ്നസ് ഉണ്ടെങ്കിൽ ആ വിറ്റ്നസിൻ്റെ സൈനും അവിടെ നിർബന്ധമായി ചേർക്കണം. ഇത് കൂടാതെ ചികിത്സിച്ച ഡോക്ടറുടെ സൈനും സീലും അതിൻ്റെ അകത്ത് നിർബന്ധമായും വേണം. ഈ ഡോക്യുമെൻറ്റിൻ്റെ ഒരു കോപ്പി പേഷ്യൻ്റ് ആവശ്യപ്പെടുന്ന പ്രകാരം വേണമെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിന് കൊടുത്തയക്കാം. അതല്ലെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ ഒരു കോപ്പി പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ റെക്കോർഡിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഷ്യൻ്റ് ഇൻ കേസ് ഈ പറയുന്ന ഡാമ കൺസെൻറ്റ് സൈൻ ചെയ്യാൻ റെഡിയാകുന്നില്ല അല്ലെങ്കിൽ അവർക്കിത് ഓക്കെ അല്ല എന്നവർ പറയുമ്പോൾ ചില പേഷ്യൻസ് ഇത്തരത്തിലുള്ള പിടിവാദങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ കാണിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും അവർക്ക് ഡിസ്ചാർജ് സമ്മറി ഫോർമലി കൊടുക്കേണ്ട ആവശ്യകതയില്ല. കാരണം അവർ നമ്മളുടേതായിട്ടുള്ള ഒരു ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്യാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോകണം എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ അവർക്ക് ചികിത്സ കൊടുക്കുന്ന ആ ഡോക്ടർക്ക് തന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ എഴുതി വെക്കാവുന്നതാണ്. അതില്ലെങ്കിലും പ്രശ്നമില്ല. സോ ഡാമ കൺസെൻറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്രോസസ്സിലെ ഡാമ എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ എല്ലാ കാറ്റഗറിയിലുള്ള സ്റ്റാഫും, അതിപ്പോൾ ക്ലിനിക്കൽ ആവട്ടെ അഡ്മിനിസ്ട്രേറ്റീവ് ആവട്ടെ ഏത് ടൈപ്പ് ഓഫ് സ്റ്റാഫ് ആയാലും അവരുടെ വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു കാറ്റഗറിയാണ് ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത്.